അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക വഹബീബിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിലുള്ള എല്ലാ സ്ഥലങ്ങളെയും ഒരുപോലുള്ള പവിത്രതയും ബഹുമാനവുമല്ല നൽകിയിട്ടുള്ളത്. ചില സ്ഥലങ്ങളെക്കാൾ പവറുണ്ട്, ബഹുമാനമുണ്ട്, ആദരവുണ്ട്. നമ്മുടെയൊക്കെ നാടുകളിലുള്ള പള്ളികൾ അള്ളാഹുവിൻ്റെ ഭവനങ്ങളാണ്. അവ നമ്മുടെ സ്വന്തം വീട് പോലെയോ മറ്റോ അല്ലല്ലോ. അതിന് പ്രത്യേക ആദരവുണ്ട്, ബഹുമാനമുണ്ട്. അവിടെ ഭൗതികമായ സംസാരങ്ങൾ സംസാരിക്കാൻ പാടില്ല, ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അദബുകേട് കാണിക്കുക എന്നുള്ളത് ഒരിക്കലും പള്ളിയിൽ വെച്ച് നിർവഹിക്കാൻ പാടില്ല. വളരെയധികം ശ്രദ്ധയോടുകൂടെ അള്ളാഹുവിൻ്റെ ഭവനമാണ്, അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്യപ്പെടുന്ന സ്ഥലമാണെന്ന നിലക്ക് അതിന് വലിയ ആദരവുണ്ട്, ബഹുമാനമുണ്ട്. അതുപോലെ നമ്മളെല്ലാവരെയും ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി പോകുന്ന വിശുദ്ധ കഅബാലയം ഏറ്റവും ഷറഫാക്കപ്പെട്ട ഒരു ഭൂമിയാണ്, പള്ളിയാണ്. ലക്ഷക്കണക്കിന് റക്അത്തുകൾ നിസ്കരിച്ച പ്രതിഫലമാണ് അവിടെ 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കുമ്പോൾ ലഭിക്കുക എന്നൊക്കെ നമുക്കറിയാം. എന്നാൽ ഇതുപോലെ തന്നെയാണ് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടുത്തെ ഷറഫാക്കപ്പെട്ട വീടിൻ്റെയും അവിടുന്ന് ഉപയോഗിച്ചിരുന്ന മെമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിൽപ്പെട്ട ഒരു പൂന്തോപ്പാണെന്നാണ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി കാണാൻ കഴിയും. മാ ബൈന ബൈത്തി വമിൻബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, എൻ്റെ വീടിൻ്റെയും അഥവാ മുത്ത് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടുത്തെ വീടിൻ്റെയും അവിടുത്തെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം, ആ കുറഞ്ഞ സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിലെ പൂന്തോപ്പുകൾപ്പെട്ട ഒരു പൂന്തോപ്പാണ്. അവിടെ വെച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കാൻ കഴിയുക, ദിക്റുകൾ ചൊല്ലാൻ കഴിയുക, ഇത്തികാഫിരിക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലാഹു തആല നൽകുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണത് എന്ന് നമുക്കൊക്കെ അറിയാം. അവിടെ എത്താൻ കഴിയുക എന്നുള്ളത് അല്ലാഹു തആല വലിയ തൗഫീഖ് നൽകിയവർക്കേ കഴിയുകയുള്ളൂ. കാരുണ്യവാനായ റബ്ബ് നമുക്ക് മഹത്തായ ഭൂമിയിലെത്താൻ, റൗളയിൽ ചെന്ന് ഇത്തികാഫിരിക്കാൻ, തൗബ ചെയ്യാൻ, ധാരാളം ദിക്റുകൾ സ്വലാത്തുകൾ ചൊല്ലാൻ, 2 റക്അത്തെങ്കിലും സുന്നത്ത് നിസ്കാരം നിർവഹിക്കാനൊക്കെയുള്ള ഭാഗ്യം നൽകട്ടെ. അതുകൊണ്ട് തന്നെ ആ ഒരു ആഗ്രഹം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവണം. കാരണം അല്ലാഹു തആല ഭൂമിയിൽ വച്ചിരിക്കുന്ന സ്വർഗത്തിലൊരു സ്ഥലമാണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം വിശേഷിപ്പിക്കപ്പെട്ട ആ സ്ഥലം എന്നുള്ളത്, അവിടുത്തെ മെമ്പറിൻ്റെയും അവിടുത്തെ വീടിൻ്റെയും ഇടയിലുള്ള ആ സ്ഥലം, അത് പ്രത്യേകമായി ലോകത്ത് അല്ലാഹു തആല വലിയ ബഹുമാന ആദരവുകൾ നൽകിയ സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ എത്തിപ്പെടുക, അവിടെ വെച്ചുകൊണ്ട് പറയപ്പെട്ടതുപോലെ ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, വമിൻബരി അലാ ഹൗളി, എൻ്റെ മിമ്പർ നിലകൊള്ളുന്നത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല പ്രത്യേകമായി ബഹുമാനിച്ച് ആദരിച്ച് നൽകുന്ന അവിടുത്തെ ഹൗള്, അതിൻ്റെ നേരെ മുകളിലായിട്ടാണ്, അവിടെയാണ് അവിടുത്തെ മിമ്പർ നിലകൊള്ളുന്നത്. മഹാന്മാർ ഈ ഹദീസ് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ആ സ്ഥലം അതങ്ങനെ തന്നെ സ്വർഗത്തിലേക്ക് അല്ലാഹു തആല നാളെ കൊണ്ടുവരും. അപ്പോൾ സ്വർഗത്തിൽപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് ഈ പറയപ്പെട്ട റൗളയുടെയും അതുപോലെ തന്നെ മുത്തുനബി തങ്ങളുടെ മെമ്പറിൻ്റെയും അവിടെ നിന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന അവിടുത്തെ ഷറഫാക്കപ്പെട്ട ഹുജറത്ത് ഷരീഫിൻ്റെയും ഇടയിലുള്ള സ്ഥലം. ഇതുപോലെ ഹജറുൽ അസ്വദ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട ഒരു കല്ല്, അത് സ്വർഗത്തിലെ കല്ലായതുപോലെ തന്നെ ഈ പറയപ്പെട്ട സ്ഥലവും സ്വർഗത്തിൽ തന്നെ ഉള്ള ഒരു സ്ഥലമായിട്ടാണ് മഹാന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. കാരുണ്യവാനായ റബ്ബ് ആ പുണ്യഭൂമിയിലെത്താൻ നമുക്കൊക്കെ വലിയ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.